നമ്മുടെ ചെവിയിൽ പെട്ടെന്ന് ഒരു പ്രാണി കയറിയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ബൈക്കിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴോ ഒക്കെ പെട്ടെന്ന് പലപ്പോഴും പ്രാണികൾ കയറാറുണ്ട്. നമ്മൾ പലതരത്തിലുള്ള പ്രാണികൾ ഓരോ സീസൺ അനുസരിച്ചിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കോട്ടരുമ, അതുപോലെ ഉണ്ണി എന്നൊക്കെ അങ്ങനെ പല രീതിയിൽ അറിയപ്പെടുന്ന പ്രാണികൾ ചെവിക്കകത്ത് കയറാറുണ്ട്. വളരെ സാധാരണമാണ്. അപ്പോൾ എന്താണ് അത്തരം അവസ്ഥയിൽ ചെയ്യുക? നമ്മൾ രാത്രി പെട്ടെന്ന് ഉറക്കത്തിലാണ്, നമുക്ക് ഹോസ്പിറ്റലൊന്നും അടുത്തില്ല, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിത് ചെവിക്കകത്ത് കയറിയാൽ ഇതിങ്ങനെ ഓടിക്കളിക്കുകയായിരിക്കും. നമ്മളൊരു വെപ്രാളമായിരിക്കും. നമുക്ക് ചെവിക്കകത്ത് അവിടെ ഇവിടെയൊക്കെ ഓടിക്കളിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെവിക്കകത്ത് മുറിവുണ്ടാവാനും പാടയിലൊക്കെ തട്ടി ദ്വാരം ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ചത്തുപോയിട്ടുണ്ടാവും, ഇളകാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്കതൊരു പ്രശ്നമല്ല. അത് ചത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകിച്ച് എമർജൻസി ആയിട്ട് തോണ്ടിയെടുക്കാനോ ഒന്നിനും ശ്രമിക്കരുത്. ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ട അത്യാവശ്യമില്ല. അതല്ല, അത് വീണ്ടും ഇളകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ അതിനെ നമ്മൾ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം. അല്ലെങ്കിൽ അത് കൂടുതൽ ട്രോമ ഉണ്ടാക്കും, മറ്റു കൂടുതൽ മുറിവുകൾ ഉണ്ടാക്കും, കേൾവിക്കുറവുണ്ടാക്കും. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇയർ ഡ്രോപ്സ് ഉണ്ട്. നമ്മൾ ചെപ്പി ഒക്കെ മാറാൻ വാക്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇയർ ഡ്രോപ്സ്, ടർപ്പൻറ്റൈൻ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലൊക്കെ ഉള്ള തുള്ളിമരുന്നുകളുണ്ടാവും. അപ്പോൾ അത് ഒഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇത്തരം ഓയിലുകൾ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണഗതിയിൽ അതിന് ചുറ്റും ആ പ്രാണിക്ക് ചുറ്റും ഒരു ആവരണമായിട്ട് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടത്ര രീതിയിൽ ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ വരും. അത് ശ്വാസം മുട്ടി ചാവുന്ന ഒരു ഗതി വരും. അപ്പോൾ അത് ചത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വസ്ഥമായിട്ട് പിറ്റേന്ന് രാവിലെ ഡോക്ടറെ കാണിച്ചാൽ മതി. അതല്ലാതെ ചാവുന്നില്ല. ചില കട്ടിയുള്ള തൊലിയുള്ള പ്രാണികളുണ്ട്, ചില വണ്ട് പോലുള്ള അത്തരം പ്രാണികൾ ചിലപ്പോൾ ചാവാറില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് രാത്രി തന്നെ ഡോക്ടറെ കാണിക്കേണ്ടി വരും. അപ്പോൾ അത് ചത്ത പ്രാണിയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചും ധൃതി പിടിക്കേണ്ടതില്ല. ഇങ്ങനെ ഇളകി കളിക്കുന്ന ജീവനുള്ള പ്രാണിയാണെങ്കിൽ നമ്മൾ ഇത്തരം ഓയിലുകൾ, ഒലീവ് ഓയിലോ അതുപോലെ ഇയർ ഡ്രോപ്സ് പോലുള്ളത് ഉറ്റിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ അത് ചത്തുപോകും. അതിൻ്റെ ശല്യം അവിടെ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഒരു പ്രാണി ചെവിക്കകത്ത് കയറിയാൽ ചെയ്യേണ്ടത്. താങ്ക് യു.